നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നീലി ചിടി എന്ന കവിതയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പങ്ക്തിയ ഡൂണ്ടേം ലിഖേം. പങ്ക്തിയ എന്ന് പറഞ്ഞാൽ വരികൾ കണ്ടുപിടിക്കുക, എഴുതുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് കുറച്ച് ആശയങ്ങളാണ്. ഇതേ ആശയമുള്ള വരികൾ നമ്മൾ കവിതയിൽ നിന്ന് എടുത്തെഴുതണം. അപ്പൊ ഇവിടെ ഞാൻ ഉത്തരം എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു തരാം. ചിടിയ ഏക് ഡാലി സി ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. ചിടിയ പക്ഷിയാണ്. ഡാലി എന്ന് പറഞ്ഞാൽ ചില്ല. പക്ഷി ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് പറന്നു പോകുന്നു. ഇവിടെ ഞാൻ റെഡ് കളറിൽ ഡാലി എന്നും ഉഡ് എന്നുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡാലി ഉഡ്, അതായത് വാക്കുകൾ ഈ ക്വസ്റ്റ്യനിലുള്ള അതേ വാക്ക് കവിതയിലുണ്ടോ എന്ന് തിരഞ്ഞു നോക്കുക. അതേപോലെ തന്നെ വാക്കുകളുടെ അർത്ഥം പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇസ് ഡാലി സി ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചിടിയ ലോഗോ കെ പാസ് നെഹി ആത്തി ഹെ. ലോഗ് എന്ന് പറഞ്ഞാൽ ആളുകളാണ്. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. പക്ഷി ആളുകളുടെ അടുത്ത് വരില്ല. ഇപ്പൊ കവിതയില് പാസ് എന്ന് വരുന്ന വാക്ക് എവിടെയാണെന്ന് തെരഞ്ഞു നോക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലുള്ള സെയിം വാക്ക് എവിടെയാണെന്ന് തെരഞ്ഞു നോക്കിയാൽ മതി. ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് നാനെ വാലി ചിടിയ എന്നുള്ള വരിയാണ് വരുന്നത്. ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ എന്നതിന് സമാനമായ ആശയമുള്ള വരി ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ എന്നതാണ്. അടുത്ത ചോദ്യം, ചിടിയ ലോഗോ കെ പാസ് നെഹി ആത്തി ഹെ. ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് നാനെ വാലി ചിടിയ എന്നതാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചിടിയ പത്തോമേ ചിപ്പുക്കർ ഗാത്തി ഹെ. പത്ത എന്ന് പറഞ്ഞാല് ഇലയാണ്. ചിപ്പിക്കർ മറഞ്ഞിരുന്നുകൊണ്ട്. അപ്പൊ അത് രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ നമ്മുടെ കവിതയിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കവിതയിൽ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇത് കവിതയിലെ രണ്ടാമത്തെ സ്റ്റാൻസിയാണ്. അതിലെ മൂന്നാമത്തെയും നാലാമത്തെയും വരിയാണ് ഉത്തരം വരുന്നത്. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനേ വാലി ചിടിയ എന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. ദാന എന്ന് പറഞ്ഞാല് ധാന്യാണ്. ഖാക്കർ കഴിച്ചിട്ട്, തിന്നിട്ട്. ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്. പക്ഷി ധാന്യം തിന്നിട്ട് പെട്ടെന്ന് പറന്നു പോകുന്നു. അപ്പൊ ഇതിന്റെ സമാനമായിട്ടുള്ള അർത്ഥം കവിതയിൽ എവിടെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഉത്തരം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമത്തെയും നാലാമത്തെയും വരി ദാനാ ഖാക്കർ പർഫട്ട് കാക്കർ ചടോട് ജാനേ വാലി ചിടിയ എന്നതാണ് ഉത്തരം വരുന്നത്. അപ്പൊ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലായല്ലോ. ദാന എന്നുള്ള വാക്ക് കവിതയിലുണ്ട്. ഖാക്കർ എന്നുള്ള വാക്കും കവിതയിലുണ്ട്. ഉഡ് എന്നുള്ള വാക്കും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഇത് ശ്രദ്ധിച്ചിട്ട് ഉത്തരം എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ വാക്കുകളുടെ അർത്ഥവും പഠിച്ചു വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാനും ശരിയായ ഉത്തരങ്ങൾ എഴുതാനും സാധിക്കുക. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പരീക്ഷയ്ക്ക് ചോദ്യം ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഉത്തരങ്ങൾ ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.